വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom 6th സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ നമ്മൾ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ചെയ്യുന്നേക്കാൾ മുമ്പ് ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഷുവർ ക്വസ്റ്റ്യൻസ് വേഗം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ബിസി ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സോ റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാർട്ട് പെട്ടെന്ന് ആരംഭിക്കുന്നത്. സോ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിനേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് വരിക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. എന്നാ പിടിച്ചോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്. ബേസ് എല്ലാ പേപ്പറിലും വരുന്നതാണ്. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്? ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് എഴുതാം. ടൈപ്സ് ക്ലാസിഫിക്കേഷൻ ഇതാണ് ആദ്യത്തെ പ്രതീക്ഷിക്കുന്നത്. നമ്പർ 2, എക്സ്പ്ലെയിൻ the growth and development of derivative market in India. ചില സമയത്ത് ഗ്രോത്ത് എന്ന് മാത്രമായിരിക്കും ക്വസ്റ്റ്യനിൽ എഴുതാറ്. അപ്പോൾ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ റിപ്പീറ്റ് ആണ് കേട്ടോ, വീണ്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് മിക്ക പേപ്പറിലും വരാറുള്ളതാണ് സ്വാപ്സ് എന്താണ്? എക്സ്പ്ലെയിൻ വാരിയസ് ടൈപ്സ് ഓഫ് സ്വാപ്സ്. ടൈപ്സ് നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻസ് ആണ് കാണാറ്. ഓപ്ഷൻസ് എന്താണ്? വാരിയസ് ടൈപ്സ് ഓഫ് ഓപ്ഷൻസ്. ശരിക്കും ഈ 4 ചോദ്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് 2 essay ലഭിക്കും. വാരിയസ് ടൈപ്സ് ഓഫ് ഓപ്ഷൻ കോൺട്രാക്ട് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് സ്റ്റോക്ക് ഓപ്ഷൻ്റെ, പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഓപ്ഷൻ, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് അത് ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് അതിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് സ്റ്റോക്ക് ഓപ്ഷൻ എന്താണ്. ദെൻ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ. ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഇൻ സ്റ്റോക്ക് ഓപ്ഷൻ ഇതൊരു പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓപ്ഷനിൽ നിന്ന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിൽ കണ്ടിട്ടുള്ളത് ഓപ്ഷൻ്റെ ടൈപ്സ് തന്നെയാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ ഈ 4 ഏരിയാസിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ഇത് തന്നെയാണ് മിക്ക പേപ്പറുകളിലും കണ്ടുവന്നിട്ടുള്ളത്. ഇതല്ലാണ്ട് ഒരു 2 സജഷൻ പറയാനുള്ളത്, ഫോർവേഡ് കോൺട്രാക്റ്റിനെ പറ്റിയിട്ട് ഒറ്റ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് കോൺട്രാക്റ്റ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് ഇതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫ്യൂച്ചർ മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചർ, അതും ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ്. അവസാനമായിട്ട് ഒരു സജഷനും കൂടിയും പറയാണ്. വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. അങ്ങനെ വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എസ്സേക്ക് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള 4 ചോദ്യങ്ങളിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതാണ് കൂടുതൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സ്വാപ്സ്, ഓപ്ഷൻസ്,
ഫോർവേഡിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് മെത്തേഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ഫ്യൂച്ചേഴ്സ് വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സ് ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 5 മാർക്സ് ചോദ്യങ്ങളൊക്കെ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.